ഹായ് ഹലോ നമസ്കാരം ഗൈസ്, വെൽക്കം ടു ചായ് ടോക്സ് വിത്ത് വൈബ് ഗുഡ്. ചായയിൽ നമ്മളമ്മ കണ്ടിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. ആൻഡ് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അത് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് തന്നെ സംസാരിക്കണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അതില നൂറ. ഞാൻ അവരെ ബിഗ് ബോസിൽ ആസ് എ പേഴ്സൺ വൈസ് ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അവരവരുടെ ക്യാരക്ടർ പിടിച്ചു പോകുന്നുണ്ട്. അവർ ഒരു ഫേക്ക് ഗെയിമോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ നമ്മളെല്ലാവരും കണ്ടതാണ്, ഗെയിമും കാര്യങ്ങളെല്ലാം അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ പട്ടായ ഗേൾസ് ഫോം ആവുന്നതിൻ്റെ ഇടയിൽ ഇവർ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ദെൻ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നു, കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സംസാരിക്കുന്നു. എന്തിന് PR നമ്പർ എഴുതി കൊടുത്തു എന്നുള്ള രീതിയിൽ വരെ വളരെയധികം പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അനുവിനെതിരെ ഇവർ നല്ല രീതിയിൽ റോങ് ഗെയിം കളിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ സംസാരിച്ചുള്ള കാര്യമാണ്. ഞാൻ സംസാരിച്ചത് ഈ വ്യക്തികൾ രണ്ടുപേരും ചെയ്ത റോങ് ആക്ടിനെ സംബന്ധിച്ചിട്ടാണ്. അല്ലാതെ ഇവരുടെ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടോ ജെൻഡറിനെ പറ്റിയിട്ടോ ഈ സൊസൈറ്റി റിലേറ്റഡ് അങ്ങനൊന്നും നമ്മളൊന്നും സംസാരിച്ചിട്ടില്ല. വി ഡോണ്ട് വോണ്ട് ദാറ്റ് ആക്ച്വലി. കാരണം നമ്മൾ ആ വ്യക്തികളെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. മനുഷ്യന്മാരിൽ ആ ഒരു രീതിയിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേജിലുള്ള എൻ്റെ ഫോളോവേഴ്സ് ആണെങ്കിൽ പോലും അവർ ചെയ്ത ആക്ടിനെയാണ് സംസാരിച്ചിട്ടുള്ളത്. അതല്ലാതെ ഇവരിങ്ങനെയല്ല അതുകൊണ്ട് ഇങ്ങനെ ആവുന്നുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. യെസ്, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് മലബാർ ഇഷ്യൂ, അതായത് മലബാർ ഗോൾഡൻ ഇഷ്യൂവിൻ്റെ കാര്യം തന്നെ നമ്മൾ സംസാരിക്കുന്നത്. ഇവര് വരികയും അവർ തമ്മിൽ ഷേക്ക് ഹാൻഡ് ചെയ്യുകയും മീറ്റ് ചെയ്യുകയും എല്ലാ വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കാണുകയും ഒക്കെ ചെയ്തു. എല്ലാവരും കണ്ടു. അതിൻ്റെ ഇടയിൽ അനിമോള് വന്നിട്ട് ഇവരായിട്ട് മീറ്റ് ആവുകയും കൈൻഡ് ഓഫ് റീജോയിങ്. കാരണം ആഫ്റ്റർ ദ ഗെയിം നമ്മൾ പിന്നെ ഇത് തലയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് പറ്റാത്ത ആൾക്കാരെ 1 ഹാൻഡ് ഡിസ്റ്റൻസിൽ നിർത്തുക. ഇപ്പോൾ കൈ കൊടുത്തു, ചിരിച്ചു, സംസാരിച്ചു. അവർ ഇന്ത്യ ഫോമിലോട്ട് വേണോ വേണ്ടെന്നൊക്കെയുള്ള അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇലയിട്ടിട്ട് ചോറില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ രണ്ടുപേര് വന്നത് അറിയില്ലായിരുന്നു. ഓക്കെ, അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ വന്നിട്ട് ഇവർ ഷേക്ക് ഹാൻഡ് കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇവരുടെ അറിവോടെ അല്ല ഈ രണ്ട് വ്യക്തികൾ, അതായത് അതില നൂറ എന്ന് പറയുന്ന വ്യക്തികൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിക്ക്, അതായത് പുതുതലമുറയ്ക്ക് റോങ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇവരെ ഇൻവൈറ്റ് ചെയ്ത ഭാഗമായിട്ട് കൊടുത്തത്. അതിൽ ഭയങ്കര അധികം സങ്കടമുണ്ട്. അതായത് പാരന്റ്സിനെ അഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ കുറെ കട്ടി വാക്കുകൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സമൂഹത്തിന് അഗൻസ്റ്റ് ആയിട്ട് ജീവിക്കുന്നവർ, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർ എന്നുള്ള രീതിയിലൊക്കെ ഇട്ടിട്ട് ഒരു പോസ്റ്റ് ഇദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും സോറി പറഞ്ഞിട്ട്. അതേപോലെ തന്നെ പോസ്റ്റ് അധികം മുക്കുകയും ചെയ്തു. ഈ ഒരു പോയിന്റിനോടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം മനുഷ്യരെല്ലാവരും ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് പൈസ ഉണ്ടാവാം, മറ്റുള്ള ചിലർക്ക് പൈസ ഉണ്ടാവില്ല, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവര് സൊസൈറ്റിയിൽ, അതായത് ഇവരെ എന്തിനാ ക്ഷണിച്ചത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ താങ്കളോട്ട് വരിക, താങ്കൾ അതിന് സമൂഹത്തോട് മാപ്പ് പറയുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അത് മുക്കുകയും ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മനുഷ്യരല്ലേ, അവരുടേതായ രീതിയിൽ ജീവിക്കുന്നു. അതിനകത്ത് ആ ഒരു ജെൻഡർ അല്ലെങ്കിൽ ആ ഒരു പോയിന്റിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് അത് മുക്കിക്കളഞ്ഞ് എങ്കിൽ പിന്നെ നിങ്ങൾ വിളിക്കരുതായിരുന്നു. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഒരു പരിപാടിക്ക് വന്ന ഈ 2 പെൺകുട്ടികൾ വന്നത് എൻ്റെ അറിവോടല്ല എന്ന് പറയുന്നതിനെ ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിപാടി നിങ്ങളുടെ അണ്ടറിൽ നടക്കുന്ന, നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾക്കുള്ള കാര്യങ്ങളുടെ പരിപാടിക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ ഇവർ രണ്ടുപേരും അങ്ങനെ വിളിക്കാത്തടത്ത് വരുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഇവരെ രണ്ടുപേരായിട്ടും തോന്നുന്നില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ സമൂഹത്തിന്റെ മുന്നിൽ തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തത് നിങ്ങൾ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അവരെ വിളിക്കുക, എല്ലാവരും മനുഷ്യരാണ്, അവരെ വിളിക്കുകയും വിളിച്ചു പരിപാടിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുക, കുറച്ച് കഴിയുമ്പോൾ അത് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് മുസ്ലിം സമുദായത്തിൽ ഞാൻ ഈ ജാതി മതം ഈ പറഞ്ഞ മാതിരി ജെൻഡർ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഞാൻ ഒരാളുടെ ക്യാരക്ടർ മാത്രം നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതല്ലാതെ അയാൾ ഏത് മതമാണെങ്കിലും എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കാനേ താല്പര്യമില്ലാത്ത ഒരു ടോപ്പിക്കാണ്. വെദർ ലെസ്ബിയൻസ് ആണോ, ഗെയ്സ് ആണോ, ട്രാൻസ്ജെൻഡേഴ്സ് ആണോ, ഹിന്ദു ആണോ, ക്രിസ്ത്യൻ ആണോ, മുസ്ലിം ആണോ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. എസ്പെഷ്യലി എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനുള്ള വ്യക്തിത്വം, ഹ്യൂമാനിറ്റി, ക്യാരക്ടർ, ബോധം, വിവരം, എപ്പോൾ എങ്ങനെ എന്ത് സംസാരിക്കണം, എങ്ങനെയാണ്, അതിലാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് തട്ടിരിക്കുന്നത്. അപ്പം നിങ്ങളിപ്പോൾ സൊസൈറ്റിയുടെ മുന്നിലോട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് അത് സോറി എന്ന് പറയുന്ന രീതിയിൽ കാണിക്കുമ്പോൾ നിങ്ങളിലെ മനുഷ്യത്വം എവിടെയെന്ന് ചോദ്യം ചെയ്യുന്ന രീതിയിൽ സൊസൈറ്റിയുടെ മുന്നിലോട്ട് നിങ്ങൾ തന്നെ ഇട്ടുകൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെക്കാളും ബെറ്റർ ആണ് ലക്ഷ്മി സ്ട്രേറ്റ് പറഞ്ഞു ഷീസ് നോട്ട് ഓക്കെ ടു അക്സെപ്റ്റ് ദം. അത് ആ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് അവരുടെ അഭിപ്രായമാണ്. എന്തുകൊണ്ട് കേട്ടിക്കൂടെ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു പരിപാടിക്ക് വന്നിട്ട് ഇൻവൈറ്റ് ചെയ്ത് നിങ്ങളുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു, ഷേക്ക് ഹാൻഡ് കൊടുത്തു, എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിനോട് ഞാൻ യോജിക്കുന്നില്ല. അപ്പം എൻ്റെ പ്രേക്ഷകരോടും കൂടിയിട്ട് ഞാൻ ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. കാരണം മനുഷ്യരെല്ലാവരും ഒരുപോലെയാണ്. ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഇതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ വിളിച്ചു വരുത്തിയിട്ട്
ഇലയിട്ടിട്ട് ചോറില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടി. അതേപോലെ തന്നെ ഇവര് തീവ്രവാദികളല്ല, ഇവര് റേപ്പിസ്റ്റ് അല്ല, ഇവര് ഡ്രഗ് ഡീലേഴ്സ് അല്ല, ഇവര് കേരളത്തിലോ ലോകത്തിലോ ബോംബിട്ടിട്ട് ആൾക്കാരെ കൊന്ന് ഒന്നുമല്ല, പച്ചയ്ക്ക് തിന്നുന്നവർ ഒന്നുമല്ല. അവർ അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കുന്നത്. ആ ലെസ്ബിയൻസ്, അതിലെന്താ തെറ്റുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴും സമൂഹം ആ രീതി കാണുന്നതെന്ന് അറിയില്ല. ഇവരിൽ കാണുന്ന തെറ്റുകുറ്റങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. പാരന്റ്സിനെ അഗസ്റ്റ് സംസാരിക്കുന്നു, അല്ലെങ്കിൽ പാരന്റ്സിനെ അഗസ്റ്റ് ആയിട്ട് ജീവിക്കുന്നു. അവർക്ക് രണ്ടുപേർക്കുമുള്ള ഇഷ്ടം, അതായത് വളരെ നോർമലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം അവർക്ക്, അതായത് ഇവരുടെ പാരന്റ്സിന് നോർമലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അവർ സെപ്പറേറ്റ് ആവുന്നു. ഇപ്പൊ എത്രയോ ഈവൻ പാരന്റ്സ് തമ്മിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ള കുടുംബക്കാരും ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്തിട്ട് അത് മറ്റുള്ളവർ നിങ്ങളെ പോയിന്റ് ചെയ്ത് കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ സമുദായത്തിലോട്ട് അല്ലെങ്കിൽ സമൂഹത്തിലോട്ടൊരു റോങ് ഇൻഫർമേഷൻ കൊടുത്തതായി താങ്കൾക്ക് തോന്നണമെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. തികച്ചും എൻ്റെ അഭിപ്രായമാണ്. അവരെ ആ ഒരു ഇതിൽ മാറ്റി നിർത്തുന്നവരായിട്ട് തോന്നുന്നില്ല. കാരണം എല്ലാവരും മനുഷ്യരാണ്. ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചു എവിടെയെങ്കിലും റോട്ടിൽ വീട് കടന്നിട്ട് ഇപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ ആണ്, അല്ലെങ്കിൽ ഒരു ലെസ്ബിയൻസ് ആണ്, ഗേ ആണ്, അവർ വന്ന് കയ്യെന്ന് അവരന്ന് വെള്ളം നിങ്ങൾ എടുക്കത്തില്ലേ? നിങ്ങൾ ചെയ്യത്തില്ലേ? നിങ്ങൾ അയ്യോ ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സമുദായത്തിനോട് ചെയ്യുന്ന തെറ്റാണെന്ന് നിങ്ങൾ ചെയ്യോ? ഇല്ല. ഇപ്പൊ മനുഷ്യരായ വേണ്ടത് മനുഷ്യത്വം, ബുദ്ധിയും ബോധവും, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനുള്ള ഒരു കഴിവാണ്. അപ്പൊ അതില്ലാത്തടത്ത് പിന്നെ സംസാരിച്ചിട്ടൊരു കാര്യമില്ല. അപ്പൊ ഈ സൊസൈറ്റിയിലോട്ട് യൂത്തിന് അല്ലെങ്കിൽ യുനോ സൊസൈറ്റിക്ക് അഗൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് പ്രശ്നം വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ സാമൂഹ്യ വാല്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ, അത് വേണം, അതിനെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു മനുഷ്യനാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആൻഡ് വേറൊരു കാര്യം പറയാനുള്ളത്, ഒരു ഫേക്ക് ന്യൂസ്, അതായത് എല്ലാവർക്കും സന്തോഷം, അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ സന്തോഷം. കാരണം അനുമോളും ദുൽഖറും കൂടി അഭിനയിക്കാൻ പോകണമെന്നുമായിട്ടൊരു വെട്ടിക്കുത്തിയ പോസ്റ്ററും ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ദീസ് ഓൾസോ കൈൻഡ് ഓഫ് PR. മനസ്സിലായോ? ഈ PRന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ആർ അൺപെയ്ഡ് PRs ആൻഡ് ദേ ആർ ഏണിംഗ് മണി ത്രൂ ദീസ് കൈൻഡ് ഓഫ് ഫേക്ക് ന്യൂസസ്. അനുമോളും ദുൽഖറും, അനുമോൾക്ക് സിനിമയിൽ അഭിനയിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നല്ല കാര്യം. ഇങ്ങനെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി വരട്ടെ, അതും വളരെ നല്ല കാര്യം. പക്ഷെ ചില ആളുകൾ ഇങ്ങനെ ഓരോ ഫേക്ക് ന്യൂസസ് തന്നിട്ട് അതിനകത്തേക്ക് ഏൺ ചെയ്യാൻ നോക്കുന്നു. അപ്പം നമ്മൾ അന്വേഷിച്ചിടത്തോളം ഇത് സത്യമല്ല, ഈ ഒരു സംഭവം ഇങ്ങനെ നടന്നിട്ടില്ല, അത് വെറുതെ പറയുന്ന ഒരു കാര്യമാണ്. അതേപോലെ ഇത് കുറച്ച് ലേറ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്, എന്നാലും ഒരു മഹാൻ കുറച്ച് ബില്ലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാജ് റോക്സിന് ഇത്ര എമൗണ്ട്, സമ്മറിന് ഇത്ര എമൗണ്ട്, ഫോൺ ബില്ലിന് ഇത്ര എമൗണ്ട്, അതുലിന് ഇത്ര എമൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനകത്ത് എൻ്റെ പേര് കണ്ടില്ലല്ലോ. ഞാനും ഓൾമോസ്റ്റ് നല്ല രീതിയിൽ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. അപ്പൊ എനിക്ക് തന്ന എമൗണ്ട് അതിനകത്ത് എഴുതിയിട്ടില്ലല്ലോ. അതെനിക്ക് മനസ്സിലാവുന്നില്ല. വെറുതെ ഒരു പേപ്പറിൽ ഒരു സാധനം എഴുതി പടച്ചു വിട്ടിട്ട് അവൻ അങ്ങനെ പറഞ്ഞു, ഇവൻ അങ്ങനെ പറഞ്ഞു, വിനുവിന്റെ ഫ്രണ്ട് പറഞ്ഞു, ഇത് വായുവിൽ എഴുതി കൂട്ടിയതാണോ എന്തോ ഏതോ അറിയത്തില്ല. ശുദ്ധ മണ്ടത്തരവും പൊട്ടത്തരവും കൂടി വിളിച്ചു പറയാം. രാജ് ടോക്സിനെ എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്, സംഭവം മീഡിയോനെ എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. അപ്പം അവരൊന്നും ഈവൻ ഞാൻ അടക്കപ്പോൾ ഞാൻ ചോദിച്ചതും ഇറ്റ്സ് എ സർക്കാസ്റ്റിക് വേ ആണ് ഞാൻ ചോദിച്ചത്, എവിടെ എൻ്റെ എമൗണ്ട് എന്ന്. നമ്മൾ ആരും പേയ്മെന്റ് വാങ്ങിച്ചിട്ടല്ല PR ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും, അവരെയും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ രാജ് ടോക്സ് സമ്മർ മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ കാലങ്ങളായിട്ട് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരാണ്. അവരങ്ങനെ പൈസ വാങ്ങിച്ചു വായി തോന്നി വിളിച്ചു പറഞ്ഞു അവരുടെ പേജിന്റെ ഡിഗ്നിറ്റി കളയുന്നത് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. ആൻഡ് ഈ മഹാനുള്ള മറുപടി ഇവരൊക്കെ പേഴ്സണലി തന്നിട്ടുണ്ടെന്നും വീഡിയോ ത്രൂ വന്നിട്ടുണ്ടെന്നും എനിക്കറിയാം. വായി തോന്നി കോതയ്ക്ക് പാട്ടെന്നും പറഞ്ഞു വിളിച്ചു പറഞ്ഞിട്ട് കുറെ ഫേക്ക് ന്യൂസസ് ഉണ്ടാക്കുക, അത് എടുത്തു പിടിച്ചിട്ട് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് 7ലെ കണ്ടസ്റ്റൻസ് കുറെ കാര്യങ്ങൾ എടുത്തു പറയാ. ബിന്നിയുടെ കാര്യങ്ങൾ കുറെ കേട്ടിട്ടുണ്ടായിരുന്നു, ഫാത്തിമ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. സോ ആകെ മൊത്തം ടോട്ടലി PR റിലേറ്റഡ് ഈ ഒരു സീസൺ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ബിഗ് ബോസ് യുദ്ധം. അപ്പൊ അകത്ത് നടന്നതിനേക്കാളും കുറച്ചും കൂടി എക്സ്പാൻഡ് ആയിട്ട് പുറത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഈ സംസാരിക്കുന്നവരാണ് പറയുന്നത് ഇവർ മലന്ന് കിടന്ന് തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. അനുവിൻ്റെതായ രീതിയിൽ വീഡിയോസും ചെയ്ത് ഇനാഗ്രേഷൻസും ചെയ്ത് പരിപാടിക്ക് പോകുന്നു. ഇവരിപ്പോഴും യൂട്യൂബിന്റെ അടിയിലിരുന്ന് അനുവിന്റെ PR, അനു അങ്ങനെ സംസാരിച്ചു, അനു ഇങ്ങനെ സംസാരിച്ചു, അനു അങ്ങോട്ട് പോയി തെക്കോട്ട് പോയി വടക്കോട്ട് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പറയുന്നവർക്ക് PR ഇല്ലേ? നല്ല രീതിയിൽ PR ഉണ്ടായിരുന്നു. അപ്പൊ കിട്ടാത്ത മുന്തിരി പൊളിക്കുന്നുള്ള രീതിയിൽ സ്റ്റിൽ അനുമോളുടെ പുറകെ പോവാതെ എന്തെങ്കിലുമൊക്കെ അവനോണ്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോവുക. അതല്ലാതെ വെറുതെ ഇങ്ങനെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് അത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് ആ ഹെയ്റ്റ് സ്പ്രെഡ് വരുന്നത്. അത് ഒരിക്കലും ഒരു നല്ല പരിപാടിയല്ല. പിന്നെ ഈ വായുലേറിലിട്ടൊക്കെ കൂട്ടിയിട്ട് കണക്കുണ്ടെന്ന് ഈ മഹാനോടാണ് പറയാനുള്ളത്. വല്ലവരും വിളിച്ചു പറഞ്ഞു വേണ്ടി ഇല്ലാത്ത എമൗണ്ടും കാര്യങ്ങളും ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മൾ ആരും എമൗണ്ട് വാങ്ങിച്ചിട്ടല്ല ചെയ്യുന്നത്. എമൗണ്ട് വാങ്ങിച്ചിട്ട് അങ്ങനെ ചെയ്യുമില്ല. കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഒരാളെ പറ്റി നല്ലത് പറഞ്ഞു, അയാളെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, ഞാൻ തന്നെ കൈൻഡ് ഓഫ് ഇപ്പം അനുവിന്റെ PR ആണ്. മനസ്സാ വാച കർമ്മമാണ്. ഞാനും അറിഞ്ഞിട്ടില്ല, അനു അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല ഇത് എവിടെ നിന്നാണ് ഈ സാധനം പൊട്ടി വന്നതെന്നുള്ളത്. ഞാൻ തുടക്കത്തിൽ അനുവിനെ നല്ല രീതിയിൽ
എന്താ പറയുക ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോഴും അനു എന്തെങ്കിലും ചെയ്താൽ ഡെഫിനറ്റ്ലി അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സംസാരിക്കുക തന്നെ ചെയ്യും. അപ്പൊ അനാവശ്യമായിട്ട് കുറെ ഫേക്ക് ന്യൂസസ് വരിക, അത് കുറെ തമ്പ് കൊടുക്കുക, അതെടുത്തിട്ട് പൊട്ടിച്ച് വേറെ കാര്യങ്ങൾ കൊണ്ടുപോവുക. റെന ഫാത്തിമ ആണെങ്കിലും എഡിറ്റഡ് വീഡിയോ കണ്ടിട്ട് റിലേറ്റ് ചെയ്ത് അതിന് 1 lakh വ്യൂസോ കാര്യങ്ങളോ എന്തോ ഉണ്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ വലിച്ചു വാരി ഓരോ കാര്യങ്ങൾ സംസാരിച്ച് ഇപ്പോഴും സീസണിന്റെ പുറകെ ഗ്രഡ്ജ് വെച്ച് പോകുന്നത്. വേറൊരു കാര്യമുണ്ട്, ഈ സീസണിൽ ഇത്രയും ഗ്രഡ്ജ് പിടിച്ച കണ്ടസ്റ്റൻസ് വേറെ ഇല്ല. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് മെഗെയിൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് വീഡിയോസ് ചെയ്ത് ഒരേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, റിപ്ലൈ കിട്ടുക. അപ്പം ഇവർക്ക് വേറൊരു പരിപാടിയില്ല, ഇവർ മനസ്സിലാക്കുന്നില്ല ഇവരുടെ വാല്യൂ ആണ് ഇവർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എന്തായാലും അനുമോളുടെ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. ഇപ്പൊ ദുൽഖറിന്റെ കൂടെ സിനിമ അഭിനയിക്കാൻ പോകണമെന്ന് ഫേക്ക് ന്യൂസ് ആണ്, പക്ഷെ ഇൻ ഫ്യൂച്ചർ നല്ല രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ. ആൻഡ് എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എല്ലാവരും അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ഹോപ്പ് ദ യുനോ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വിൽ മീറ്റ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം, ദൈവാനുഗ്രഹിച്ച ഇപ്പോൾ പോഡ്കാസ്റ്റിൽ എന്റെയും മനുവിന്റെ ഒരു സെക്ഷൻ വരാൻ ഐ വിൽ ട്രൈ മാക്സിമം. പക്ഷേ ആൾ ബിസി ആയതുകൊണ്ടാണ് ഞാനും പിന്നെ ഡിസ്റ്റർബ് ചെയ്യാത്തത്. അതൊക്കെയാണ് വിശേഷം. ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഗുഡ് ബൈ.